റാബിഅ ബീവി റളിയല്ലാഹു അൻഹ അഹ്മദ് ബിൻ അബ്ദുൽ ഹിവാരി റളിയല്ലാഹു അൻഹുമായി കല്യാണാലോചന നടത്തി. അഹ്മദ് റളിയല്ലാഹു അൻഹു അതിഭക്തനായിരുന്നു. അദ്ദേഹം പറഞ്ഞു, റാബിഅ, എനിക്ക് സ്ത്രീ സംബന്ധമായ യാതൊരു താല്പര്യവുമില്ല. പിന്നെ ഞാനെന്തിന് പെണ്ണ് കെട്ടണം? എനിക്കാണെങ്കിൽ ഇബാദത്തിൽ വ്യാപൃതനാകാൻ തന്നെ സമയം തികയുന്നില്ലെന്നാണ് തോന്നുന്നത്. അപ്പോൾ ബീവി പറഞ്ഞു, ഞാനും അങ്ങനെ തന്നെയാണ്. ഇബാദത്തിലാണ് എൻ്റെ കമ്പവും. ലൈംഗിക വികാരം എന്നെ തൊട്ടു തീണ്ടുന്നില്ല. പിന്നെന്തിനാണ് ഈ വിവാഹം? എനിക്ക് കുറേ സമ്പത്തുണ്ട്. എൻ്റെ മുൻ ഭർത്താവിൽ നിന്ന് അനന്തരം കിട്ടിയതാണവ. ആ സ്വത്തെല്ലാം അങ്ങയുടെ ആത്മീയ കൂട്ടുകാർക്ക് ചെലവാക്കാൻ കഴിയുമല്ലോ. നിങ്ങൾ മുഖാന്തിരം കുറേ പുണ്യാത്മാക്കളെ സേവിക്കാനുമാകും. അങ്ങനെ അള്ളാഹുവിലേക്കുള്ള യാത്ര എനിക്ക് എളുപ്പമാക്കാം. ഇതാണ് നമ്മൾ തമ്മിലുള്ള വിവാഹത്തിൻ്റെ ലക്ഷ്യമായി ഞാൻ കാണുന്നത്. എങ്കിൽ ഞാൻ എൻ്റെ ഗുരുവിനോട് ചോദിക്കട്ടെ എന്ന് അഹ്മദ് ബിൻ അബ്ദുൽ ഹിവാരി റളിയല്ലാഹു അൻഹു പറഞ്ഞു. അദ്ദേഹം താമസിയാതെ ഗുരുവിൻ്റെ അടുത്ത് പോയി. അബൂ സുലൈമാനു ധാറാനി റളിയല്ലാഹു അൻഹു എന്ന മഹാമനീഷിയാണ് ഗുരു. ത്വരീഖത്തിൻ്റെ അകം കണ്ട മഹാനാണ് അയാൾ. സുലൈമാനു ധാറാനി പറഞ്ഞു, നീ ഒന്നും ചിന്തിക്കണ്ട, ആ പെണ്ണിനെ നിക്കാഹ് ചെയ്യുക. അവൾ ഒരു സാധാരണ സ്ത്രീയല്ല, അള്ളാഹുവിൻ്റെ വലിയത്താണ്. കൽപ്പന പോലെ വിവാഹമൊക്കെ നടന്നു. അന്ന് മുതൽ അഹ്മദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭവനം അതിഥികൾക്കുള്ള ഗേഹമായി മാറി. 10,000 ആ വാതിൽപ്പടിയിൽ അഭയാർത്ഥികളായി എത്തി. അഹ്മദ് റളിയല്ലാഹു അൻഹു ആണെങ്കിലോ പിന്നെയും 3 പെണ്ണ് കെട്ടി. അവർക്കൊക്കെ ഒരുക്കുവാൻ റാബിഅ റളിയല്ലാഹു അൻഹു തന്നെ മുന്നിൽ നിന്നു. സുഭിക്ഷമായ ഭക്ഷണമൊരുക്കി സുഗന്ധം പൂശിക്കൊടുത്ത് റാബിഅ റളിയല്ലാഹു അൻഹു അഹ്മദിനോട് പറയുമത്രേ, ഇനി പോകൂ മണവാട്ടികളെ പ്രാപിക്കാൻ. ഉന്മേഷത്തോടെയും ഓജസ്സോടെയും ചെന്ന് അവരെ തൃപ്തിപ്പെടുത്തൂ. അഹ്മദ് പോയാൽ റാബിഅ റളിയല്ലാഹു അൻഹു ആരാധനയിൽ മുഴുകും. ഈ റാബിഅ റളിയല്ലാഹു അൻഹ പേർഷ്യക്കാർക്കിടയിൽ റാബിഅത്തുൽ അദവിയയുടെ മറ്റൊരു പതിപ്പായിരുന്നു. ബസറയിലെ റാബിഅയ്ക്കു പകരം ഷാമിലിത ഒരു റാബിഅ എന്നവർ അഭിമാനം കൊണ്ടു.